പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ ലൂക്ക് തച്ചാപറമ്പത്ത്, ഇടുക്കി ജില്ലയിലുള്ള ഇടുക്കി രൂപതയിൽപ്പെട്ട ഒരു വൈദികനാണ്. ഇപ്പോൾ പന്നിയാറുകുട്ടി എന്ന സ്ഥലത്തെ പള്ളിയിലെ വികാരിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഇവിടെ ഒരു പള്ളിമുറി എന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാർക്ക് താമസിക്കാനായിട്ടുള്ളൊരു സ്ഥലം ക്രമീകരിച്ചു വരുമായിരുന്നു. വാതിലുകൾ പിടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സ്റ്റീൽ ഡോറുകൾ പിടിപ്പിക്കാൻ തന്നെ ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനത്തിലെത്തി. അപ്പോൾ ഈ തടിയുടെ കളറിനിണങ്ങുന്ന ഡോറുകൾ സംഘടിപ്പിക്കണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായി. അപ്പോൾ അതനുസരിച്ച് ഈ പെട്രായുടെ ഒരു ഷോറൂമിൽ പോയി ഇതിനിണങ്ങുന്ന തരത്തിൽ, ഈ ഭിത്തിക്കിണങ്ങുന്ന തരത്തിൽ തന്നെയുള്ള ഒരു കളറ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പെട്രയുടെ കമ്പനിയിൽ നിന്ന് ഇവിടെ ഒരു 3 ഡോറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഹൈ റേഞ്ചിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം തടിയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തി സ്ഥാപിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. എന്ന് പറഞ്ഞാൽ കട്ടളയും ജെല്ലൊക്കെ വെക്കുമ്പോൾ അത് ഈടുള്ള സാധനം വെച്ചില്ലെങ്കിൽ അത് കാലാകാലത്തും നിൽക്കില്ല. പിന്നെ വലിയ പണിക്കൂലി. ഡോറ് ഫിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഡോറിൻ്റെ പണികളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം രൂപകളൊക്കെ ആവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടളയും ജെല്ലും എല്ലാം കൂടി. ഇപ്പം ഞങ്ങളിവിടെ 3 ഡോറുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 1 ലക്ഷം രൂപകളായുള്ളൂ. അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രത്യേക കാര്യം, ഞങ്ങൾക്ക് കിട്ടിയൊരു നന്മ. എന്തായാലും ഈ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നില്ല. തടിയോട് തന്നെ മാച്ച് ചെയ്യുന്ന നിലയിലാണ് അതിൻ്റെ. ഇതിനകത്ത് ഏതാണ് തടി ഏതാണ് സ്റ്റീലെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ് അത് ഉള്ളത്. തീർച്ചയായിട്ടും പെട്ര കമ്പനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളെ ഈ നിർമ്മാണത്തിൽ ഈ തരത്തിൽ സഹായിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച വലിയ സന്മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യും.